പിതാവിനെ പോലുള്ളവരെ കാണുമ്പോൾ പോലും നമുക്ക് അങ്ങനെ അധികം അങ്ങനെ മിണ്ടും, നമുക്ക് ബഹുമാനമാണ്. നമ്മൾ ഇത്ര അടുത്ത് കാണുന്നത്, ഇരിക്കാൻ പോലുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ സ്നേഹത്തോടെയാണ് പോകുന്നത്. അവരുടെ കുടുംബം, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും എന്നോട് വളരെ സന്തോഷമാണ്. ആ ഒരു സ്ഥലത്ത് ഞങ്ങൾ എന്നും അദ്ദേഹത്തോട്, പിതാവിൻ്റെ അടുത്ത് എന്നും നന്ദിയുള്ളവളാണ്. നിങ്ങൾ ആരെ പറ്റി പറഞ്ഞാലും അദ്ദേഹത്തെ പറ്റി ഒരിക്കലും അങ്ങനെ പറയില്ല. അങ്ങനത്തെ ഒരാളല്ല അദ്ദേഹം. പോലൊരു മനോഹരമായ ഒരു സ്ഥലം. ഞങ്ങൾക്ക് വണ്ടി വിറ്റത്ത് വരും, വണ്ടി എല്ലാം കൊണ്ട് സൗകര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ. മരണപ്പെടുന്നതിന് മുമ്പേ എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ട്? ഇല്ല, അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. അദ്ദേഹത്തെ പറ്റി ഞാൻ മരണശേഷമാണ് കൊല്ലം ശ്രുതിയെ പറ്റി കേൾക്കുവാനിടയായത്. അദ്ദേഹത്തിൻ്റെ ആകസ്മികമായിട്ടുള്ള വേർപാട്, ആക്സിഡൻറ്റിൽപ്പെട്ട് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള രാഹുൽ ഇരുമ്പുകുഴി എന്ന് പറയുന്ന മാധ്യമ സുഹൃത്ത്, അദ്ദേഹമാണ് എന്നോട് ഈ കൊല്ലം ശ്രുതിയുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തെപ്പറ്റി വന്ന് പറഞ്ഞതും. അങ്ങനെയാണ് ഞങ്ങൾ അതിനെപ്പറ്റി മുന്നോട്ട് കാര്യങ്ങൾ നീക്കിയതും. അതാണ് ഇതിൻ്റെ സത്യമായ കാര്യം. അതിനുശേഷം വീട് വെച്ചതിന് ശേഷം എന്നെ അവരുടെ കുടുംബം ക്ഷണിച്ചു. രേണുസുതിയുടെ പിതാവ് ഇവിടെ വന്ന് ഔദ്യോഗികമായിട്ട് എന്നെ ക്ഷണിച്ചു. അവരുടെ വീട് ബ്ലസ് ചെയ്യാനായിട്ട് ചെന്ന് ബ്ലസ് ചെയ്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് കൊല്ലം ശ്രുതിയുടെ ഭവനം ബ്ലസ് ചെയ്ത് കൊടുക്കുവാനായിട്ട് ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി. അവരെ ആ ഭവനത്തിൽ സന്തോഷമായിട്ട് എല്ലാവരും താമസിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ ആനന്ദമാണുള്ളത്. വളരെ സ്നേഹത്തോടെയാണ് പോകുന്നത്. അവരുടെ കുടുംബം, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും എന്നോട് വളരെ സന്തോഷമാണ്. യാതൊരു രീതിയിലുള്ള സ്നേഹക്കുറവോ ഒന്നും ഇല്ല. ഞാനെപ്പോൾ കണ്ടാലും അവരെന്നോട് സംസാരിക്കും. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് പോകുന്നത്. ഞാൻ മൂത്ത കുഞ്ഞ് ദൂരെ കൊല്ലത്തെവിടെയോ പഠിക്കുന്നത് കൊണ്ട് അതിനെ കാണാറില്ല. കൊച്ചു കുഞ്ഞിനെ ഞാൻ നടക്കാൻ ഈവനിങ് വോക്കിന് പോകുന്ന സമയത്തൊക്കെ കാണുമ്പോൾ കുഞ്ഞ് എന്നോട് സംസാരിക്കും. അത് വളരെ, ഞങ്ങൾ തമ്മിൽ ആശയവിനിമയം ചെയ്യുക. കുഞ്ഞിന് വളരെ സന്തോഷമാണ് എന്നോട് സംസാരിക്കുമ്പം. എനിക്കും വളരെ സന്തോഷം. അവൻ മിടുക്കനാണ്, കഴിവുള്ള കുട്ടിയാണ്. വളർന്നു വന്നാൽ നല്ല ഒരു ഭാവിയിൽ നമുക്കൊരു നല്ലൊരു കലാകാരനായി തീരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മിടുക്കനായ ഒരു കുട്ടിയാണ് ഇളയ കുട്ടി. മൂത്ത കുഞ്ഞുമായിട്ട് ഞാൻ അങ്ങനെ കാണാൻ സാഹചര്യങ്ങളില്ല. ബിഷപ്പിന്റെ ഒരു കോൾ റെക്കോർഡ് പുറത്തു വന്നതിന് ശേഷം വളരെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലാണ് ഓരോ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ആണെങ്കിലും പറയുന്നത്. നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട്, ഈ ഒരു പ്ലോട്ട് കൊടുത്തതിനെ തുടർന്ന് ഇപ്പോഴും ബിഷപ്പ് മനോവിഷമത്തിലാണ് ആ തരത്തിൽ. അപ്പം ഈ ഒരു സാഹചര്യം ശിശിക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് തിരുമേനിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയത് തന്നെ എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ തിരുമേനിയുടെ മുഖത്ത് പോലും നോക്കുന്നത് അത്ര നമ്മൾ പള്ളിയായിട്ടൊക്കെ നമ്മൾ ജനിച്ച് വളർന്ന ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പിതാവിനെ പോലുള്ളവരെ കാണുമ്പോൾ പോലും നമുക്ക് അങ്ങനെ അധികം അങ്ങനെ മിണ്ടും, നമുക്ക് ബഹുമാനമാണ്. നമ്മൾ ഇത്ര അടുത്ത് കാണുന്നത്, ഇരിക്കാൻ പോലുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനും വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചവരോടെല്ലാം ഞാൻ കാര്യം പറഞ്ഞു. അങ്ങനെയല്ല കാര്യം, ഇതിന്നെ പോലെയാണ് കാര്യമെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. അദ്ദേഹത്തെ കാണുന്ന ഇപ്പോൾ ഒരു 6 മാസമായി നമ്മൾ വീട് ഇവിടെ പണിതിട്ട്. അദ്ദേഹത്തെ ഞാൻ അന്ന് കണ്ടതാണ്. പിന്നെ ഇടയ്ക്ക് ഇതിലെ പോകുമ്പോൾ കാണുമ്പോൾ ചിരിക്കും, ജസ്റ്റ് പറയും, ഹായ് പറയും, പോവും. അതല്ലാതെ അദ്ദേഹമായിട്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത ആ ഒരു സ്ഥലം, ആ ഒരു സ്ഥലത്ത് ഞങ്ങൾ എന്നും അദ്ദേഹത്തോട്, പിതാവിൻ്റെ അടുത്ത് എന്നും നന്ദിയുള്ളവളാണ്. മുന്നോട്ടും നന്ദി തന്നെ ഉണ്ടാകത്തുള്ളൂ. സന്തോഷം, സ്നേഹം. ഈ ഒരു സാഹചര്യം എനിക്ക് ബിഷപ്പിനോട് ചോദിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതിയിട്ട് ചോദിക്കുന്നത്. കാരണം ഒരു തമ്പാണ് തമ്മിൽ കൊടുത്തിരിക്കുന്നത്. രേണുവുമായിട്ടുള്ള ബിഷപ്പിന്റെ ബന്ധം തകർന്നു എന്ന തരത്തിൽ, അതായത് എത്രത്തോളം മോശമാണ് ആ തരത്തിൽ ഇതാക്കുക എന്ന് പറയുന്നത്. അപ്പം ആ തരത്തിലൊക്കെ നെഗറ്റീവ്, അതായത് എന്തും പറഞ്ഞും നെഗറ്റീവ് ആക്കണം എന്ന് ശ്രമിക്കുന്നവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് എന്തും, ഞാനിപ്പോ ഒരാളുടെ കൂടെ അഭിനയിച്ച് അത് നെഗറ്റീവ് ആകും. അത് അവരങ്ങ് അടിച്ചേൽപ്പിക്കുന്ന സാധനമാണ്. എന്നിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആളിൽ അടിച്ചേൽപ്പിക്കുന്ന. പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ ആരെ പറ്റി പറഞ്ഞാലും ഇദ്ദേഹത്തെ പറ്റി ഒരിക്കലും അങ്ങനെ പറയില്ല. അങ്ങനത്തെ ഒരാളല്ല അദ്ദേഹം. ഞാൻ ദൈവതുല്യം കാണുന്നില്ല, ഒരു ഗോഡ് ഫാദറായിട്ട് അദ്ദേഹത്തെ കാണുന്നു. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എനിക്കല്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ സുചേട്ടൻ എന്താ പറയുക, ഒരു കലാകാരൻ, ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരാളെ എനിക്കറിയത്തില്ല, പേഴ്സണലി എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അറിയാത്തൊരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒരു വലിയൊരു സഹായം ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ടാണ്.
പലരും രംഗത്ത് വന്നെങ്കിൽ അദ്ദേഹമാണ് നമ്മളോടല്ല കണക്ട് ചെയ്തത്. 24ന്റെ അടുത്ത് കണക്ട് ചെയ്തിട്ട് ഞാൻ കൊടുത്തോളാം ആ കുഞ്ഞുങ്ങൾക്ക് സ്ഥലം എന്ന് പറഞ്ഞ് ഒരു ആൾ അല്ലെങ്കിൽ ഒരു പിതാവ് മുന്നോട്ട് വരുമ്പോഴത്തേന്, ഇന്ത്യ പിതാവ് മുന്നോട്ട് വരുമ്പോഴത്തേന് നമ്മൾ അത് ആ അദ്ദേഹത്തിന്റെ മനസ്സാണ് നമ്മൾ ഓർക്കേണ്ടത്. സോ ആ മനസ്സിൽ സൂചിച്ചേട്ടനെ നേരിട്ട് അറിയത്തില്ല അദ്ദേഹത്തിന്. ഒരു കലാകാരൻ, ഒരു നല്ലൊരു ഒരു പാവപ്പെട്ട ഒരു കലാകാരൻ എന്നെ അറിയുള്ളൂ. അപ്പൊ ആ സ്ഥാനത്ത് ഞങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ ഇപ്പൊ സ്ഥലം എവിടെയാണ് കിട്ടണേ, വീട് വെച്ച് തരാം, ഓക്കെ, അവര് വീട്, സ്ഥലം എവിടെയാണ്. പക്ഷെ ഇതുപോലൊരു മനോഹരമായ ഒരു സ്ഥലം ഞങ്ങൾക്ക് വണ്ടി വിറ്റത്ത് വരും, വണ്ടി എല്ലാം കൊണ്ട് സൗകര്യമാണ് ഞങ്ങൾക്ക് ഇവിടെ. അപ്പം ഇങ്ങനെ ഒരു സ്ഥലം തരുന്ന മനസ്സുള്ള അദ്ദേഹത്തെ പറ്റി ഇനി മേലെ നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത, നിങ്ങൾ ഒന്നും അറിയാതെ വെറുതെ സംസാരിക്കുവാണ്, നിങ്ങൾക്ക് തന്നെ അത് ദോഷമായിട്ട് മാറും. എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, വെറുതെയാണ്. നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞോളൂ, എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ അദ്ദേഹത്തെ വെച്ചിട്ടോ അല്ലെ അദ്ദേഹത്തെയോ നിങ്ങൾ വെറുതെ വിടുക, ആവശ്യമില്ലാത്ത രീതിയിൽ ചർച്ച പറയരുതെന്നേ ഉള്ളൂ എനിക്ക് അപേക്ഷ.